ഗുഡ് മോർണിംഗ്, വെൽക്കം ടു TFT. വെടിവെപ്പ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പേടിച്ചായിരിക്കുന്നത് എപ്പോഴാണ് ഒഴിഞ്ഞു മാറുന്നുണ്ട് വെടിവെപ്പ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി മസിൽ പിടിച്ചിട്ട് വലിയ ഈ പണ്ടാണ്ട് പറഞ്ഞ പോലെ തേങ്ങയ്ക്കകത്ത് അല്ല പൂട്ടിനകത്ത് തേങ്ങാപ്പുരയുടെ പോലെ ഓരോ സെൻറ്റൻസും കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയൊന്നും യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? സുവിശേഷം ഒന്ന് വായിച്ചു നോക്കി. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഓരോ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഗ്യാപ്പ് ഫില്ലേഴ്സാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ആ കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം പറയണം, ഇത്ര വാക്കുകൾ പറയണമെന്ന് വല്ല സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ എവിടുന്ന് കയറി വന്ന പ്രാക്ടീസാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഒത്തിരി തെറ്റായ പ്രാക്ടീസസ് ആണ്, അതൊക്കെ മാറ്റണം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അങ്ങനെ ശ്വാസം വിടാതെ നമ്മളെ ഫ്ലോ പോകുമെന്നാണ് പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതാ ഫ്ലോ എന്ത് ഫ്ലോയാ? പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മൾ ഏൽപ്പിക്കുക, കൺവേ ചെയ്യാൻ. ഞാൻ കൺവേ ചെയ്യുന്നില്ലേ? അതൊന്നും പിടി കിട്ടുന്നില്ലേ? ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ചിലർക്കുണ്ട് കേട്ടോ, അവർക്ക് ആ എല്ലാ ഒരു ഫ്ലോയിലും ഭയങ്കര ഒരു ബഹളവും പിന്നെ കുറേ പേടിപ്പീരും. ചിലരുടെ വിചാരം അതാണ് സൗണ്ട് ഡോക്ടർ എന്ന് വെച്ചാൽ വലിഞ്ഞു മുറുക്കി പേടിപ്പിച്ച് നമ്മളെ കൊണ്ട് അങ്ങ് എന്നാ പറയുക, അങ്ങില്ല തോക്കന്മാരെ നിർത്തുന്ന സുവിശേഷം. ഐ എം അഗൈൻസ്റ്റ് ദാറ്റ്. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല, ശിഷ്യന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല. വാൺ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ചിലരൊക്കെ എന്നോട് പണങ്ങാറുമുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. വീണ്ടും നമ്മൾ ആ സ്നേഹത്തിൽ ചെയ്യും, വീണ്ടും ചിലപ്പോൾ കറക്ഷൻ വേണ്ടി അങ്ങനെ ചെയ്യും. അപ്പോൾ എവറിതിങ് ഔട്ട് ഓഫ് ലവ്, ഒരു കാഷ്വൽ രീതിയിൽ. ഇത് ഇന്ന ഫോർമാറ്റൊന്നുമില്ല. ഓക്കെ, ഞാൻ വായിക്കാം. കൊളോസ്യർ ചാപ്റ്റർ 2 വേഴ്സ് 14 ഓൺവേർഡ്സ്. കൊളോസ്യർ 2:14 വാക്യം. Having cancelled and blotted out and wiped away the handwriting of the note, എന്നിട്ട് ബ്രാക്കറ്റ് പറയാം ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഈ മുദ്രപത്രമൊക്കെ എഴുതി കൊടുക്കത്തില്ല, ബോണ്ട് സമ്മതപത്രം അല്ലെങ്കിൽ ആ എഴുതി വെക്കുന്ന ആ ഒരു പേപ്പർ, with its legal decrees and demands which was in force and stood against us, ബ്രാക്കറ്റ് പറയാം hostile to us എന്നൊരു വായിക്കാം. Having cancelled and blotted out and wiped away the handwriting of the note, ആ കയ്യെഴുത്ത് മുഴുവൻ അത് ക്യാൻസൽ ചെയ്തു, അത് മായിച്ചു കളഞ്ഞു, അത് തൂത്തുകളഞ്ഞു. നമുക്കെതിരെ നിന്ന ആ കുറ്റാരോപം അല്ലെ ന്യായപ്രമാണം, നമുക്ക് തടസ്സമായിട്ട് നിന്ന ന്യായപ്രമാണം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നമ്മളതിൻ്റെ ലംഘകരാണ്, നമ്മൾ പാപികളാണ്. അപ്പം പിന്നുള്ള കാര്യം എന്താ? അതങ്ങ് മാറ്റിക്കളയുക. യേശു ക്രിസ്തു അതാ ചെയ്തത്. വിത്ത് ഇറ്റ്സ് ലീഗൽ ഡിഗ്രീസ് ആൻഡ് ഡിമാൻഡ്സ്, അത് ആവശ്യപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതില്ല പിന്നെ അതുണ്ടോ? ആ നിയമം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുണ്ടോ? ഇല്ലല്ലോ. ദിസ് നോട്ട് വിത്ത് ഇറ്റ്സ് റെഗുലേഷൻസ്, ഡിഗ്രീസ് ആൻഡ് ഡിമാൻഡ്സ് ഹി സെറ്റ് അസൈഡ് ആൻഡ് ക്ലിയർഡ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് അവർ വേ. ഈ എന്ന് പറയുന്ന യേശു ക്രിസ്തു ഹി സെറ്റ് അസൈഡ് and cleared completely out of our way by nailing it to his cross. അവനെന്നെ മാറ്റിവെച്ചെന്ന് മാത്രമല്ല, നമ്മുടെ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളും പിതാവുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിത്യതയ്ക്ക് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ തടസ്സമായിട്ട് നിന്നിരുന്ന ഈ സാധനത്തിനെ നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റി. എന്നിട്ട് യേശു ക്രിസ്തുവോടെ കയറി നിന്നിട്ട് പറഞ്ഞു, ഇതാ ഞാനാവുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്കാനർ വെച്ചിട്ടാണ് കയറുന്നതെങ്കിൽ, അല്ല ന്യായപ്രമാണം ഒരു സ്കാനറാണ്, നമുക്ക് ഒരിക്കലും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു ചെയ്തെന്നറിയാം, ഈ സ്കാനർ വലിച്ചു കുറേ ദൂരോട്ട് കളഞ്ഞിട്ട് യേശു ക്രിസ്തുവോട്ട് കയറി വന്നു. എന്നിട്ട് പറയാം, കം, ഐ ആം ദ വേ. അപ്പോൾ നമ്മൾ ഈ കുറവുകളും ബലഹീനവും ഉള്ള വേണ്ടാത്ത സ്വഭാവങ്ങളുള്ള എല്ലാം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവോട്ട് കയറി അപ്പുറത്തോട്ട് കിടക്കുമ്പോൾ യേശു ക്രിസ്തു കയറുമ്പോൾ തന്നെ ഈ മുഴുവൻ സാധനം നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത മുഴുവൻ ചിക് 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 എന്ന് പറഞ്ഞാൽ കത്തി 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 അപ്പുറത്തിറങ്ങുമ്പോൾ ക്ലിയറായി, ക്ലീനായി, വിശുദ്ധനായി. ഇതൊന്നും നമ്മുടെ ഗുണമല്ല കേട്ടോ. രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുക. കർത്താവേ, ഓരോ ദിവസവും ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി വരണം. അപ്പോൾ ഈ നന്ദി വരാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. ഒരു വചനം പറയുന്നുണ്ട്, വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. അപ്പോൾ ഒരുത്തനെ വിളിച്ച് രാവിലെ പോലെ വൈകിട്ട് വരും, ബംഗാളി വിളിച്ച് ഞാൻ ജോലി വെച്ചേച്ച് അവന് അർഹിക്കുന്ന കൂലി കൊടുത്തിട്ട് ഞാൻ പറയാം, ഇന്ന് ഇതിരിക്കട്ടെ. അവൻ പറയാം, എന്താ ഇരിക്കട്ടെ?
ബൈ ക്യോ. ഇപ്പോൾ ബംഗാളികൾ നല്ലതായിട്ട് മലയാളം പറയും. മൊയിലാലി അതൊന്നും വേണ്ട കേട്ടോ, സൗജന്യമൊന്നുമല്ല, ഞാൻ ജോലി ചെയ്തിട്ടാ. അങ്ങനെ ആരും പറയാതിരിക്കാനാണ് കർത്താവ് ഇത് കൃപയാക്കി വെച്ചത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടത്, ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തി കാരണമാകാതിരിക്കേണ്ടതിന് രക്ഷ നമുക്ക് സൗജന്യമായിട്ട് വിശ്വാസത്താൽ, കൃപയാൽ, ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനം. പ്രവൃത്തി കാരണമല്ല. എന്നാൽ താഴോട്ട് പറയാണ്, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം മുൻകൂട്ടി സൃഷ്ടിച്ച സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ യേശുക്രിസ്തു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം എന്ന് ഈ ലോകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട് കുറേ ഗുഡ് ഡീഡ്സ്. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അത് ഫെയ്ത്ത് ഈസ് ഫോളോഡ് ബൈ ഡീഡ്സ്. പ്രവൃത്തി വിശ്വാസത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദൈവത്തിലാണോ യഥാർത്ഥമായിട്ട് വീണ്ടും ജന്മം നടന്നിട്ടുണ്ടോ, നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ മാറും. പണ്ടത്തെ പ്രവൃത്തികൾ മാറി, അന്ധകാരത്തിൻ്റെ പ്രവൃത്തി മാറി വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയാവും. സ്നേഹം വരും, പരോപകാരം വരും, ദയ വരും, ദീർഘക്ഷമ വരും, കരുണ വരും. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടാ. അതെന്താ പറഞ്ഞത്, അത് നാച്ചുറലി അത് വരും. നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയല്ലത് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒക്കാതെ പോകുന്നു, കുറ്റബോധം കയറുന്നത്. ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. ആമേൻ.